ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന ആകാശ് പട്ന എന്ന 14-കാരൻ ഈ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചു. തൻ്റെ അമ്മയ്ക്ക് ഭക്ഷണവുമായി പോകുമ്പോഴാണ് ആകാശ് പട്നെ മരിച്ചത്. കുടുംബം അനാഥമായതുപോലെയാണ് സഹോദരിമാർ പറയുന്നത്. അമ്മ സീതാബൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഈ സിവിൽ ആശുപത്രിയിൽ അഹമ്മദാബാദിൽ കിടക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചെയ്യുന്നു. ശ്രീനാഥ്, ഹിന്ദിയിൽ പറഞ്ഞ കാര്യം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് സംശയമുണ്ട്. എന്താണ് ഈ സഹോദരിമാർ പറയുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടാകുമല്ലോ. കാര്യം ഒരുപാട് പേരുടെ ജീവനും ഉപാധിയും അതുപോലെ അവരുടെ അത്താണികളും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥ, ഒരു സാഹചര്യം അഹമ്മദാബാദിലെ ദുരന്ത മണ്ണിലുണ്ടല്ലോ. തീർച്ചയായും SKN, വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകളെ കുറിച്ചാണ് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റു മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ കൃത്യമായി ഇല്ല. ഇപ്പോൾ ഈ ആകാശിൻ്റെ കാര്യം പോലും എടുക്കുക. ആകാശിൻ്റെ അമ്മ ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന സ്ത്രീയാണ് ഈ സീതാബൻ. ഈ അപകടം നടന്ന മേഖലയ്ക്കടുത്ത് ഇവർ ഉന്തുവണ്ടിയുമായി ചായ വിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഉച്ചയോടെ ആകാശ് അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി എത്തിയത്. പൊടുന്നനെ വിമാനം തകർന്ന് വീഴുന്നു. ഈ സഹോദരിമാർ പറയുന്നത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഉഗ്രസ്ഫോടനത്തോടെ, ഒരു ബോംബ് സ്ഫോടനം പോലെ അത് തകർന്നു വീഴുന്നു. അമ്മ അവിടെ നിന്ന് ഓടുന്നുണ്ട്. മകനും ഓടി രക്ഷപ്പെട്ടു എന്ന് കരുതിയാണ് മകനെ ഓടിക്കോളൂ എന്ന് പറഞ്ഞ് അമ്മ ഓടുന്നത്. പിന്നീട് ഒരു തീഗോളമാണ് അവിടെ കാണുന്നത്. അമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മകനെ അന്വേഷിക്കൽ പിന്നീട് കണ്ടില്ല. മകൻ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ട് കാണും എന്നവർ പ്രതീക്ഷിച്ചു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ്. കൈക്കും പുറത്തുമൊക്കെ ഗുരുതരമായി അവർക്ക് പൊള്ളലേറ്റ് ICUവിൽ ചികിത്സയിലാണ്. മകൻ എവിടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ഇളയ മകനാണ്. 3 പെൺമക്കളും 2 ആൺമക്കളുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇളയ ആളാണ് 14 വയസ്സുള്ള ആകാശ്. അവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആശുപത്രിയിൽ തന്നെയുണ്ട്, മറ്റൊരു മുറിയിലാണ്, ICUവിലാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഇപ്പോൾ ആശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചികിത്സ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആകാശിൻ്റെ മൃതദേഹം ഈ ബന്ധുക്കൾ എത്തി നേരിട്ട് കണ്ടതാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലല്ല. എന്നാൽ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ കയ്യിൽ ഉള്ള വളയടക്കം പരിശോധിച്ച് അത് ആകാശിൻ്റെ തന്നെ എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ആ ഫോട്ടോയൊക്കെ നമ്മളെ കാണിക്കുകയും ചെയ്തതാണ്. പക്ഷേ DNA പരിശോധന നടത്തി മാത്രമേ അത് സ്ഥിരീകരിച്ച് മൃതദേഹം കൈമാറുകയുള്ളൂ. 2 ദിവസം മുമ്പ് ആ പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും അവർ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു വിവരവും ഈ കുടുംബത്തിനില്ല. മാത്രമല്ല, എന്തെങ്കിലും ഒരു സഹായം അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹായം നൽകാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ആരും തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുകയുമില്ല എന്നതാണ് സഹോദരിമാർ പറയുന്നത്. ഒരു സഹോദരൻ ഈ അപകടത്തിൽ മരിച്ചു. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ഒരു സർക്കാർ സംവിധാനവും ഞങ്ങളെ തേടി എത്തിയിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് ഒരു അറിയിപ്പും എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയില്ല. DNA പരിശോധന ഫലം എപ്പോൾ വരും, ആരാണ് ഞങ്ങളെ അറിയിക്കുക എന്നതൊന്നും അറിയാത്ത ഒരു ആശങ്കയിലാണ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ കുടുംബം എന്നതാണ് അവർ പറയുന്നത്. ഇളയ സഹോദരനാണ് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഇളയ അനുജനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സഹോദരിമാർ പൊട്ടിക്കരയുന്നത്. അങ്ങനെ ദുരന്ത മേഖലയിൽ ഇതുപോലെ പല സാധാരണക്കാരുടെ വീടുകളുമുണ്ട്. അവരുടെയൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായ വാർത്തകൾ പോലും പുറത്ത് വരുന്നില്ല. അത്തരമൊരു വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് അന്വേഷിച്ച് ചെന്നെത്തിയത്. SKN.